കൈത്ത അഞ്ചാം ദിനം. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. വ്യാജപ്രവാചകന്മാർ. ഒരിക്കലും ദൈവത്തെ അറിയുകയോ അതിനായി പരിശ്രമിക്കുകയോ ചെയ്യാതെ ദൈവപുരുഷന്മാരായി ചമയുന്നവർക്കെതിരായിട്ടുള്ള വിമർശനമാണിന്നത്തെ സുവിശേഷ ചിന്ത. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരാണത്രേ അവർ. ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളും പ്രവൃത്തികളുമായിരിക്കും അവരുടെ ശൈലി. അവരുടെ പ്രബോധനങ്ങൾ ആരെയും സ്വാധീനിക്കുന്നില്ല. അവരെ തിരിച്ചറിയാതെ പിന്തുടരുന്നവരെ അവസാനം അവർ നരകസന്തതികളാക്കി മാറ്റുകയും ചെയ്യുന്നു. നല്ല വൃക്ഷങ്ങൾ നല്ല ഫലവും ചീത്ത വൃക്ഷങ്ങൾ ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നത് പോലെയാണത്. ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാം. ദൈവിക ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ 5:22 നാം കാണുന്നു. സ്നേഹം, കരുണ, ദയ തുടങ്ങിയ ദൈവിക ഫലങ്ങൾ അവരിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കും. ഒരാളുടെ പ്രവൃത്തികളിൽ നിന്ന് അവരുടെ സത്ത തിരിച്ചറിയാം. ഉള്ളിൽ ദുഷ്ടതയുള്ളവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളെ പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മേൽ ചാടി വീണ് അവർ നമ്മുടെ ജീവൻ അപഹരിച്ചേക്കാം. അതിനാൽ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാണ്. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലിൽ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം എപ്രകാരമായിരിക്കും? ആത്മാർത്ഥമായ ഒരു വിലയിരുത്തലിന് നാം തയ്യാറാണോ? ഏറെ ധീരത ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണിത്.